ജോമി, നല്ല മഴ വരുന്നുണ്ട്, വേഗം അകത്തേക്ക് കയറ്. പേടിക്കണ്ട മോളെ, ഇടിയും മഴയും ആയതുകൊണ്ട് ചിലപ്പോൾ എവിടെയെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ആയതാവും. കുറച്ചു കഴിഞ്ഞാൽ വരും. അമ്മേ, എനിക്ക് പേടിയാവുന്നു. നമുക്ക് വേഗം എമർജൻസി ലാമ്പ് കത്തിക്കാം. വാ, നമുക്ക് പോയി എമർജൻസി ലാമ്പ് കത്തിക്കാം. അമ്മേ, ഈ സമയത്ത് ആരാണ് വാതിലിന് മുട്ടുന്നത്? അതും ഈ മഴയത്ത്. ഇനി വല്ല പ്രേതവും ആണോ? എനിക്ക് പേടിയാവുന്നു അമ്മേ. ഇങ്ങനെ പേടിക്കാതെ വാ, നമുക്ക് പോയി നോക്കാം ആരാണെന്ന്. ഇത് പ്രേതമൊന്നുമല്ല. കണ്ണു തുറന്ന് നോക്ക് ആരാണ് വന്നതെന്ന്. എന്നാലും മോളെന്നെ പ്രേതം എന്ന് വിളിച്ചു കളഞ്ഞല്ലോ. പവർ ഇപ്പോഴൊന്നും ഇനി നോക്കണ്ട. ഒരു 3 മണിക്കൂർ കഴിയും. എവിടെയോ പോസ്റ്റിലേക്ക് മരം വീണിട്ടുണ്ട്. മെസ്സേജ് വന്നിരിക്കുന്നു. ഓ, അപ്പൊ ഇനി എങ്ങനെ ഫുഡ് ഉണ്ടാക്കും? പവർ വന്നിട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേക്കും കിടക്കാൻ നേരം വൈകില്ലേ? നാളെ എല്ലാവർക്കും നേരത്തെ പോകാനുള്ളതല്ലേ? പേടിക്കണ്ട, ഇന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് ഡിന്നർ ഉണ്ടാക്കുന്നത്, അല്ലേ ജോമി? ഇനി ബാക്കി അമ്മ ചെയ്തോളാം. അച്ഛനും മോളും വന്ന് വിശ്രമിക്ക്. എന്നാ അച്ഛൻ ഒരു കഥ പറ, ഞാനും അമ്മയും കേൾക്കാം. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് TV കാണാനും പറ്റുന്നില്ല. അച്ഛൻ കുട്ടിയായിരുന്നപ്പോൾ ടിവിയും കറണ്ടും ഒന്നുമില്ലായിരുന്നു. അതറിയാമോ മോൾക്ക്? ഇല്ല, കേൾക്കട്ടെ. അക്കാലത്ത് കറണ്ട് ഇല്ലാതെയാണ് ഞങ്ങൾ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്തു വെക്കുമായിരുന്നു. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും. എന്നിട്ട് എല്ലാ പണികളും നേരത്തെ ഇരുട്ടുന്നതിന് മുന്നേ ചെയ്തു തീർക്കും. ഒരു 7 മണി 8 മണി ആവുമ്പോഴേക്കും ഉറങ്ങുകയും ചെയ്യും. അതെ, അതുകൊണ്ടാണ് കറണ്ട് പോയപ്പോൾ മോള് പേടിച്ചിട്ടും അമ്മ പേടിക്കാഞ്ഞത്. നേരത്തെ എഴുന്നേറ്റാൽ പല കാര്യങ്ങളും ചെയ്യാൻ നമുക്ക് സമയം കിട്ടും. നേരത്തെയുള്ള ഉറക്കം നമ്മളിൽ ക്ഷീണം കുറയ്ക്കും. അടിപൊളി. എന്നാ ഇനി മുതൽ ഞാനും നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കും. വന്നല്ലോ കറണ്ട്. കറണ്ട് വരേണ്ടിയിരുന്നില്ല. അതെന്താ? ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കാൻ എന്ത് രസമാ. പണ്ടൊരു കാട്ടിൽ ഒരു ദുഷ്ടനായ കുറുക്കൻ താമസിച്ചിരുന്നു. ഹായ്, ഒരു മുഴുത്ത മാനല്ലേ അത്. ഇവനെ പിടിച്ചാൽ കുറച്ചു ദിവസത്തേക്കുള്ള കാര്യം കുശാലാവും. സ്പീഡിൽ ഓടുന്ന മാനിനെ ഉണ്ടോ കുറുക്കനെ പിടിക്കാൻ കിട്ടുന്നു? മാൻ ഓടി കാട്ടിലേക്ക് മറിഞ്ഞു. മാനിന്റെ പൊടി പോലും കുറുക്കന് കിട്ടിയില്ല. അമ്മേ, എന്തൊരു ഓട്ടമാണ്. അടുത്ത ഒളിമ്പിക്സിൽ പോയി മത്സരിക്ക്, ഫസ്റ്റ് ഉറപ്പാ. അമ്മേ, തവളയെ കണ്ടതും കുറുക്കൻ സ്വയം പറഞ്ഞു, ഒന്നിൽ പിഴച്ചാൽ രണ്ടെന്നാണല്ലോ ചൊല്ല്. തവളയെങ്കിൽ തവള. വിശന്നിട്ട് വയ്യ. അവര് കുളത്തിലേക്ക് ചാടുന്നതിന് മുന്നേ തന്നെ ചാടി പിടിക്കണം. ഇതുപോലെ ഒരു 10-20 എണ്ണത്തിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ വിശപ്പിനൊരു ആശ്വാസമായേനെ. ഇത് മൂക്കിൽ വലിക്കാൻ പോലും ഇല്ലല്ലോ. പെട്ടെന്നാണ് തവളകൾ കുറുക്കനെ കണ്ടത്. കുറുക്കനെ കണ്ടതും തവളകൾ കുളത്തിലേക്ക് എടുത്തു ചാടി. പുറകെയായി കുറുക്കനും. കുറുക്കൻ കുളത്തിലേക്ക് വീണു. മാൻ അൽഫാമും പോയി, തവള ഫ്രൈയും പോയി. ഇനി പച്ചവെള്ളം തന്നെ ശരണം. അമ്മേ, കാട്ടിലെ ഒരു മൃഗത്തിനും ഈ പാവം എന്നോട് ഒരു സ്നേഹവുമില്ല. ആരും എന്റെ അടുത്ത് പോലും വരുന്നില്ല. നീ എന്തിനാ കുരങ്ങച്ചാ ചിരിച്ചത്? നിന്റെ അടുത്തേക്ക് ആരും വരാത്തത് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല ബ്രോ. പിന്നെ എല്ലാവർക്കും അവരവരുടെ ജീവിതമല്ലേ വലുത്.
പിന്നെ ഞാൻ കുരങ്ങൻ ചില്ലകളിൽ നിന്നും ചില്ലകളിലേക്ക് ഓടി മറഞ്ഞു. അങ്ങനെ കുറുക്കൻ വീണ്ടും നിരാശനായി നടക്കാൻ തുടങ്ങി. ആ അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. അങ്ങനെ നിരാശയോടെ നടക്കുമ്പോഴാണ് ഒരു ഗുഹ കുറുക്കന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ ഗുഹയിൽ കയറി അല്പനേരം മയങ്ങാം. അത്രയും നേരം വിശപ്പറിയില്ലല്ലോ. രാത്രിയാവുമ്പോൾ ഇതിൽ താമസിക്കുന്ന ഏതെങ്കിലും മൃഗം വരും. അപ്പോൾ അവനെ ശാപ്പിടുകയും ചെയ്യാം. വാട്ട് ആൻ ഐഡിയ സർജി. അങ്ങനെ കുറുക്കൻ ആ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി ഒളിച്ചിരുന്നു. അധികം താമസിയാതെ തന്നെ രാത്രിയായി തുടങ്ങി. എടാ, നമുക്കിനി നാളെ കാണാം. ഓക്കേടാ, എന്നാൽ ശരി. ഞാൻ നാളെ രാവിലെ തന്നെ എത്താം. നീ റെഡിയായി നിൽക്കണേ. ഇതും പറഞ്ഞ് മുയൽ നടന്നു നീങ്ങി. പെട്ടെന്നാണ് മുയലിന്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെട്ടത്. കരടി ബ്രോ, നിൽക്ക് നിൽക്ക്, അകത്തേക്ക് കയറാൻ വരട്ടെ. എന്താടാ, നിനക്ക് ഒറ്റയ്ക്ക് പോവാൻ പേടിയാണോ? ശബ്ദമുണ്ടാക്കാതെ. നീ ഇത് കണ്ടോ? നിന്റെ ഗുഹയിലേക്ക് ആരോ പോയിട്ടുണ്ട്. തിരിച്ചു പോയ കാൽപ്പാടുകൾ ഇല്ലതാനും. അതിനർത്ഥം ഗുഹയ്ക്കുള്ളിൽ ആരോ ഉണ്ടെന്നല്ലേ? ശരിയാണല്ലോ. നിന്റെ ഗുഹയ്ക്കുള്ളിൽ ആരോ ഒളിഞ്ഞിരിപ്പുണ്ട്. നീ ഇപ്പോൾ തന്നെ അകത്തേക്ക് പോയാൽ അത് അപകടമാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും? അതിനെങ്ങനെ പുറത്താക്കും? കിട്ടിപ്പോയി ഐഡിയ. നീ പേടിക്കണ്ട, നമുക്കൊരു വഴി ഉണ്ടാക്കാം. കൗശലക്കാരനായ മുയൽ ഉടൻ തന്നെ ഒരു സൂത്രം ഉപയോഗിക്കാൻ തീരുമാനിച്ചു. അവൻ ഗുഹയ്ക്ക് മുന്നിലേക്ക് നടന്നു ചെന്നിട്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഗുഹയെ, നിനക്ക് സുഖമല്ലേ? ഈ മുയലിനെന്താ വട്ടായോ? ഇവൻ എന്താ ജീവനില്ലാത്ത ഗുഹയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടാ ഗുഹേ, നീ എന്താ ഒന്നും സംസാരിക്കാത്തത്? നിനക്ക് എന്ത് പറ്റി? ഇന്ന് രാവിലെ പോകുമ്പോഴും നീ എന്നോട് നല്ലോണം സംസാരിച്ചതാണല്ലോ. പിന്നെ ഇതെന്ത് പറ്റി? ഇവൻ വീണ്ടും ഗുഹയോട് സംസാരിക്കുകയാണല്ലോ. ഇനി ഇത് സംസാരിക്കുന്ന ഗുഹയാണോ? ഇനി ഞാൻ ഉണ്ടായിട്ടാണോ ഗുഹ സംസാരിക്കാത്തത്? ഗുഹയ്ക്ക് പകരം ഇനി ഞാൻ സംസാരിച്ചു നോക്കിയാലോ? ആ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? അകത്തേക്ക് കയറി വാ, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. എന്താ? കരടിക്കുട്ട, ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? ഇതാ കള്ള കുറുക്കനാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് എന്റെ വീട്ടിൽ കൂടിക്കോ. നമുക്ക് ആനക്കുട്ടനോട് കാര്യം പറയാം. ബാക്കി അവൻ നോക്കിക്കോളും. വാ. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്നും വേഗം തന്നെ ആനക്കുട്ടന്റെ അടുത്തേക്ക് പോയി നടന്ന കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങള് ധൈര്യമായി പോയിക്കോ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മുയലിന്റെ ശബ്ദമൊന്നും പിന്നെ കേട്ടില്ലല്ലോ. ഒന്ന് പുറത്തു പോയി നോക്കാം. ആനക്കുട്ടൻ എന്നെ അനുഗ്രഹിക്കണം. നിന്നെ ഞാൻ അനുഗ്രഹിക്കാമടാ. ഇതെന്താണ് ടോമി, നിന്നോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഫ്രിഡ്ജിലുള്ള എല്ലാ മിഠായികളും ഇങ്ങനെ എടുത്തു കഴിച്ചാൽ നിനക്ക് വല്ല അസുഖവും വരും കേട്ടോ. കുറെ കാലമായി കുട്ടികൾക്ക് എല്ലാവർക്കും കൂടി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എല്ലാവരും ഉണ്ടല്ലോ, ഇന്ന് തന്നെ ആയിക്കോട്ടെ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ടോമി വീട്ടിലെത്തിയാൽ ഏത് നേരം തീറ്റയാണ്. ഞാൻ ഇന്നും കൂടി അവനെ വഴക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ. പിള്ളേരല്ലേ, എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ എല്ലാവരെയും വിളിക്കാം. നിന്റെ ഇഷ്ടം. മക്കളെ, എല്ലാവരും ഇങ്ങ് വന്നേ. ഇന്ന് ആന്റിയുടെ വക എല്ലാവർക്കും ഐസ്ക്രീം. ടോമി, പോകുന്നതൊക്കെ കൊള്ളാം. പോയിട്ട് ആന്റിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ശല്യം ചെയ്യരുത്. വാശി പിടിക്കരുത്. നല്ല കുട്ടിയായിരിക്കണം. നീ അവനെ അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. അവൻ നല്ല കുട്ടിയാണല്ലോ, അല്ലേ മോനെ? നിനക്ക് തികച്ച അറിയാഞ്ഞിട്ടാ അവനെ. നീ വരുന്നില്ലേ? ഇല്ല, നിങ്ങൾ പോയിട്ട് വാ.
ടോമിയുടെ അച്ഛൻ വരാൻ സമയമായി. ഞാൻ ഇവിടെ ഇല്ലേ, ഇപ്പൊ വിളി തുടങ്ങും. സൂക്ഷിച്ചു പോണേ. ഇവിടെ അടുത്തേക്കല്ലേ, കാറുണ്ടല്ലോ, ഞാൻ വേഗം വീട്ടിൽ കൊണ്ടാക്കാം. കുട്ടികളെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങി കഴിച്ചോ. ഏതാണെന്ന് പറഞ്ഞാൽ മതി, ആ ചേട്ടൻ എടുത്തു തരും. എനിക്കൊരു വലിയ വാനില ഐസ്ക്രീം. എന്നാൽ എനിക്കൊരു ചോക്ലേറ്റ്. എനിക്കൊരു സ്ട്രോബെറി. ഓ, എന്നാൽ എനിക്ക് എല്ലാം വേണം. എല്ലാം ഓരോ സ്ക്യൂബ് വീതം പോന്നോട്ടെ. അയ്യോ, എന്റെ ഐസ്ക്രീം താഴെ പോയല്ലോ. നീ എന്തിനാ എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞത്? അതുകൊണ്ടല്ലേ അത് മുഴുവൻ നിലത്ത് പോയത്. കഴിക്കാൻ ഒരു സ്ക്യൂബ് തന്നെ ധാരാളമാണ്, അത് ഏത് ഫ്ലേവർ ആയാലും. സാരമില്ല, പോട്ടെ, നമുക്ക് വേറെ വാങ്ങാം. എന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു ഫ്ലേവർ, ഒരു സ്ക്യൂബ് മാത്രം മതി. മുത്തശ്ശി, എല്ലാ വർഷവും വിഷു ആവുമ്പോഴേക്കും എങ്ങനെയാ ഈ കൊന്നകൾ പൂക്കുന്നത്? വിഷുവിന്റെ വരവ് നമ്മളെ അറിയിക്കുന്നത് കൊന്നപ്പൂക്കളാണ്. മുത്തശ്ശി, കൊന്നപ്പൂക്കൾ ഉണ്ടായ ഒരു കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ മൃഗങ്ങളുടെ ഒരു അമ്പലം ഉണ്ടായിരുന്നു. നിറയെ ആഭരണങ്ങൾ ചാർത്തി നിൽക്കുന്നതായിരുന്നു അവിടുത്തെ വിഗ്രഹം. അമ്പലത്തിൽ തൊഴാൻ കാട്ടിലെ എല്ലാ മൃഗങ്ങളും ദിവസവും രാവിലെ തന്നെ എത്തുമായിരുന്നു. ഒരു ദിവസം കാട്ടിലെ രാജാവ് ഒരു യോഗം വിളിച്ചു. നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കേട്ട മൃഗങ്ങൾ പരസ്പരം നോക്കി. അതെ, വിഷുവിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ഇത്തവണ വിഷുവിന് നമ്മുടെ കാടും കാട്ടിലെ അമ്പലവും എല്ലാവരും ചേർന്ന് വൃത്തിയാക്കി അലങ്കരിക്കണം. എന്താ, എല്ലാവരും റെഡിയല്ലേ? റെഡിയാണ്, ഞങ്ങളെല്ലാവരും റെഡിയാണ്. അങ്ങനെ പറഞ്ഞാൽ പോരാ, ഓരോരുത്തരും ഓരോ ഡ്യൂട്ടികൾ ഏറ്റെടുക്കണം. അമ്പലത്തിന് ചുറ്റും കുരങ്ങന്റെ ഫാമിലി വൃത്തിയാക്കണം. അത് ഞങ്ങൾ നോക്കാം. അങ്ങനെ കാട്ടിലെ ഓരോ മുക്കും മൂലയും ഓരോ മൃഗങ്ങൾ വൃത്തിയാക്കാമെന്നേറ്റു. സിംഹം ഓരോരുത്തർക്കും ഓരോ പണികൾ വീതിച്ചു നൽകി. അങ്ങനെ വിഷുവിനെ വരവേൽക്കാൻ കാട്ടിലെ മൃഗങ്ങൾ ഒരുങ്ങി. അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കാമെന്നേറ്റ കുരങ്ങന്റെ കുടുംബത്തിനൊപ്പം ഒരു ചെറിയ കുട്ടിക്കുരങ്ങനും വന്നിരുന്നു. അമ്മയും അച്ഛനും അമ്പലത്തിന് ചുറ്റും വൃത്തിയാക്കുമ്പോൾ കുട്ടിക്കുരങ്ങൻ അമ്പലത്തിന് പുറത്ത് കളിച്ചു നടക്കും. പെട്ടെന്നാണ് അമ്പലത്തിനുള്ളിലെ ഒരു വെളിച്ചം കുട്ടിക്കുരങ്ങന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്പലത്തിന് മുന്നിൽ നിന്നുകൊണ്ട് കുട്ടിക്കുരങ്ങൻ ഭഗവാനെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടേയിരുന്നു.
ആഭരണം അണിഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ഭംഗി ആസ്വദിച്ച് ആ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണങ്ങൾ മുഴുവൻ സ്വന്തം അണിഞ്ഞു നിൽക്കുന്നതായി മനസ്സിൽ കണ്ടു തുടങ്ങി. ആ മതി മതി, നട അടച്ചു. മോനെ വാ, നേരം വൈകി, പോകാം നമുക്ക്. അമ്മേ, ഭഗവാൻ എനിക്ക് ഭഗവാന്റെ ആഭരണങ്ങളെല്ലാം ഇടാൻ തന്നു. ഭഗവാന്റെ ആഭരണങ്ങളോ? നീ വല്ല സ്വപ്നവും കണ്ടതാവും. അല്ലമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഭഗവാൻ എന്നെ വലിയ ഇഷ്ടാ. ഈയിടെയായിട്ട് ഇവന് ഭക്തി ഇത്തിരി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. അമ്പലത്തിലെ വിലപിടിപ്പുള്ള എല്ലാ സാധനത്തിലും ഒരു കണ്ണ് വേണം. ദേവദോഷം പറയരുത് പൂജാരി, അവൻ കുട്ടിയല്ലേ. കുട്ടിയാണെങ്കിലും കുരങ്ങനല്ലേ വർഗം. പൂജാരിയുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ അവർ അവിടെ നിന്നും വീട്ടിലേക്ക് നടന്നു. എല്ലാവരും ഉറങ്ങി. എന്നാൽ കുട്ടിക്കുരങ്ങൻ മാത്രം ഉറങ്ങിയില്ല. ആ കുഞ്ഞു മനസ്സ് നിറയെ ഭഗവാനും ആഭരണങ്ങളും മാത്രം. ആ തങ്കക്കുടത്തിനോട് ഭഗവാന് വല്ലാത്ത സ്നേഹം തോന്നി. ആ നിഷ്കളങ്ക മനസ്സിന്റെ ആഗ്രഹം സാധിപ്പിക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചു. പിറ്റേന്നും പതിവ് പോലെ അമ്മ കുരങ്ങനൊപ്പം കുട്ടിക്കുരങ്ങനും വന്നു. കുട്ടിക്കുരങ്ങൻ അവന്റെ സ്ഥിരം സ്ഥലത്ത് ഭഗവാനെയും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിപ്പായി. അങ്ങനെ ഇരുന്ന് അവിടെ കിടന്നുറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞ് അമ്പലത്തിലെ പൂജാരിയായ ആന നട അടയ്ക്കാൻ വന്നു. പെട്ടെന്നാണ് പൂജാരി അത് കണ്ട് ഞെട്ടിയത്. നമ്മുടെ കുട്ടിക്കുരങ്ങൻ ഭഗവാന്റെ ആഭരണമെല്ലാം ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നു. വിഗ്രഹത്തിൽ ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല. ഞാൻ പോയ തക്കം നോക്കി ആഭരണമെല്ലാം എടുത്തു ചാർത്തി സുഖമായി കിടന്നുറങ്ങുന്നോ? എഴുന്നേൽക്കട അവിടുന്ന്. അയാൾ ഒച്ച വെക്കുന്നത് കേട്ട് ആളുകൾ ഒത്തുകൂടി. കൂട്ടത്തിൽ അവന്റെ അമ്മയും. ഈ കാഴ്ച കണ്ട് ഭയന്നു പോയ ആ അമ്മ മകനെ തട്ടിയുണർത്തി. കാര്യം മനസ്സിലാക്കാത്ത അവൻ തന്നെ പൊതിഞ്ഞു നിൽക്കുന്ന ആളുകളെ നോക്കി. പെട്ടെന്നാണ് അവൻ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയത്. ഹായ്, എന്തൊരു ഭംഗി. ഭഗവാനെ പോലെ ആഭരണമെല്ലാം ഇട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന സ്വന്തം രൂപം ആ കുഞ്ഞു മനസ്സിനെ ആനന്ദത്താൽ ഉലകം കൊഴിച്ചു. തനിക്ക് ചുറ്റും നടക്കുന്ന കോലാഹലങ്ങളൊന്നും തന്നെ അവനെ ബാധിച്ചില്ല. എല്ലാം തനിക്ക് സമ്മാനിച്ച ഭഗവാനെ നിറഞ്ഞ മനസ്സോടെ നോക്കി നിന്ന അവനെ ശാസിച്ചുകൊണ്ട് അമ്മയും പൂജാരിയും ആളുകളും എല്ലാം ചേർന്ന് അവന്റെ ആഭരണങ്ങൾ ഊരാൻ ശ്രമം തുടങ്ങി. കുട്ടിക്കുരങ്ങൻ അതിനു സമ്മതിക്കാതെ അവിടെ നിന്നും ഓടി. കുട്ടിക്കുരങ്ങൻ മുന്നിലും മൃഗങ്ങൾ പിന്നിലുമായി ഓട്ടം തുടങ്ങി. ഓടിത്തളർന്ന കുട്ടി ശരീരത്തിൽ കിടന്ന ആഭരണങ്ങൾ ഓരോന്നായി അടുത്തു കണ്ട മരത്തിലേക്ക് ഊരി എറിഞ്ഞു. അത് ചെന്ന് വീണ മരത്തിൽ സ്വർണ്ണവർണ്ണമുള്ള പൂക്കൾ ഉണ്ടായി എന്നും അതാണ് പ്രകൃതിയെ അലങ്കരിക്കുന്ന കൊന്നപ്പൂക്കളായതെന്നുമാണ് കഥ. എല്ലാ കൊല്ലവും വിഷു ആകുമ്പോൾ കണിക്കൊന്ന പൂക്കും. എന്റെ പ്രിയപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങൾക്കും മുത്തശ്ശിയുടെ വിഷു ആശംസകൾ. ഒരിക്കൽ നമ്മുടെ കൃഷ്ണപുരം രാജാവിന് അയൽ രാജ്യത്തെ ചോട്ടരാജൻ ഒരു ദൂതൻ വശം ഒരു പശുവിനെ കൊടുത്തുവിട്ടു. ഒപ്പം ഒരു കത്തുമുണ്ടായിരുന്നു. മഹാരാജൻ, ഞാൻ അങ്ങേക്ക് ഒരു പശുവിനെ കൊടുത്തയക്കുന്നു. അതിനെ കൃത്യമായി ഭക്ഷണവും വെള്ളവും കൊടുത്ത് നല്ല പോലെ പരിപാലിക്കുക. 3 മാസത്തിന് ശേഷം പശുവിനെ എനിക്ക് തിരിച്ചയക്കുക. പക്ഷേ ഒരു കാര്യമുണ്ട്, 3 മാസം കഴിയുമ്പോഴും പശുവിന്റെ ഭാരം ഇപ്പോഴുള്ളതുപോലെ തന്നെ ആയിരിക്കണം. ഭാരമൊട്ടും കൂടുകയോ കുറയുകയോ അരുത്. കത്ത് വായിച്ച രാജാവ് ആശയക്കുഴപ്പത്തിലായി. ഇത് തന്നെ പരീക്ഷിക്കാനുള്ള ചോട്ടാരാജന്റെ പണിയാണ്. ആരവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. പ്രഭു, മന്ത്രി സ്ഥലത്തില്ല. ഇന്ന് വരുമെന്നാണ് അറിയിച്ചത്. ഓ, ഞാനത് മറന്നു. എങ്കിൽ ഖജാൻജിയോട് വരാൻ പറയൂ. രാജാവ് ഖജാൻജിയോട് പ്രശ്നം ഉന്നയിച്ചു.
പലരും പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചെങ്കിലും ഒന്നും തന്നെ പ്രായോഗികമായി രാജാവിന് തോന്നിയില്ല. അങ്ങനെ രാജാവ് ധർമ്മസങ്കടത്തിൽ ഇരിക്കുമ്പോഴാണ് മന്ത്രി സഭയിലേക്ക് എത്തിയത്. മന്ത്രിയെ കണ്ടതും രാജാവിന് സമാധാനമായി. ഏത് കുഴപ്പിക്കുന്ന പ്രശ്നത്തിനും മന്ത്രി സമാധാനം കണ്ടെത്തുമെന്ന് രാജാവിന് അറിയാം. അദ്ദേഹം മന്ത്രിയുടെ മുൻപിൽ പ്രശ്നം അവതരിപ്പിച്ചു. ഒന്ന് ചിന്തിച്ച ശേഷം മന്ത്രി പറഞ്ഞു, പ്രഭു, ഈ പ്രശ്നത്തിന് ഒരു പോംവഴിയേ ഉള്ളൂ. പശുവിനെ കെട്ടുന്ന തൊഴുത്തിനടുത്ത് തന്നെ കണ്ടാൽ ശൗര്യം തോന്നിക്കുന്ന 2 വലിയ നായ്ക്കളെ കയ്യെത്താ ദൂരത്തിൽ കെട്ടിയിടുക. എന്നിട്ട് അങ്ങ് അതിന് വേണ്ട പോലെ തീറ്റ കൊടുത്ത് പരിപാലിച്ചോളൂ. പശുവിന്റെ ഭാരം കൂടാതെയും കുറയാതെയും നിലനിർത്താൻ സാധിക്കും. അതെങ്ങനെ സാധിക്കും മന്ത്രി? ശൗര്യം തോന്നിക്കുന്ന 2 വലിയ നായ്ക്കൾക്കിടയിൽ നിൽക്കുന്ന പശുവിന് ഒരിക്കലും മനസമാധാനം ഉണ്ടാകാനിടയില്ല. കാരണം നായ്ക്കൾ എപ്പോഴും അതിനെ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മരണഭയത്തിൽ കഴിയുന്ന പശു എത്ര തന്നെ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിച്ചാലും അത് തടിച്ചു കൊഴുക്കുകയുമില്ല. മന്ത്രി പറഞ്ഞത് ശരിയാണെന്ന് രാജാവിന് മനസ്സിലായി. മന്ത്രി നിർദ്ദേശിച്ചതുപോലെ തന്നെ രാജാവ് പ്രവർത്തിച്ചു. ഛോട്ടാരാജിന്റെ പരീക്ഷണത്തിൽ രാജ്യം വിജയിക്കുകയും ചെയ്തു. അങ്ങനെയിരിക്കെ രാജാവ് കൊട്ടാരം ജോത്സ്യനോട് തന്നെ വന്ന് കാണാൻ കൽപ്പിച്ചു. പ്രഭു, അങ്ങയെ കാണാൻ കൊട്ടാരം ജോത്സ്യൻ വന്നിട്ടുണ്ട്. ശരി, വരാൻ പറയൂ. ജോത്സ്യ, തന്റെ ജാതകം വായിച്ച് ഭാവി ഒന്ന് പറഞ്ഞേ കേൾക്കട്ടെ. രാജാവിന്റെ ജാതകം വായിച്ച ജോത്സ്യൻ സത്യസന്ധമായി അതിൽ കണ്ട വിവരം അദ്ദേഹത്തെ അറിയിച്ചു. പ്രഭു, അങ്ങയുടെ മരണം അടുത്തിരിക്കുന്നതായാണ് ജാതകവശാൽ കാണുന്നത്. ഇത് കേട്ട രാജാവിന് അതിയായ ദേഷ്യം വന്നു. എന്ത്? എന്റെ മരണമല്ല അടുത്തിരിക്കുന്നത്, നിന്റെയാണ്. ആരെവിടെ? ഇയാളെ അടുത്ത ദിവസം തന്നെ തൂക്കിലേറ്റു. ബുദ്ധിമാനും ധൈര്യശാലിയുമായ ആ ജ്യോത്സ്യൻ രാജകൽപ്പന കേട്ട് ഭയമൊന്നും കൂടാതെ പറഞ്ഞു, മഹാരാജൻ, ഒരു പക്ഷേ വിധി അങ്ങനെയായിരിക്കാം. എന്റെ ജാതകത്തിൽ പറയുന്നത് എന്റെ മരണം കഴിഞ്ഞ് 3-ാം നാൾ അങ്ങയുടെ മരണം സംഭവിക്കുമെന്നാണ്. അപ്പോൾ പിന്നെ എന്റെ വിധി ഒഴിവാക്കുവാൻ സാധിക്കുകയില്ലല്ലോ. ജ്യോത്സ്യൻ പറഞ്ഞത് കേട്ടപ്പോൾ രാജാവ് ഞെട്ടിപ്പോയി. ജോത്സ്യൻ മരിച്ചാൽ 3-ാം നാൾ താൻ മരിക്കുമെങ്കിൽ ജോത്സ്യന്റെ വധശിക്ഷ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഉടൻ തന്നെ അദ്ദേഹം രാജശിക്ഷ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. മാത്രമല്ല ജ്യോത്സ്യന് നല്ല ദക്ഷിണയും കൊടുത്തു. ജ്യോത്സ്യൻ സന്തോഷപൂർവ്വം തന്റെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ അവസരത്തിനനുസരിച്ച് തന്റെ ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ചത് കൊണ്ട് ജ്യോത്സ്യൻ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു.